നമസ്കാരം. ചതുരംഗത്തിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിലെ എല്ലാവർക്കും ശുദ്ധജലം സൗജന്യമായി നൽകാനുള്ള പദ്ധതി ഇവിടെ നടപ്പാക്കാനാകും. അതിന് മറ്റാരുടെയും സഹായമില്ലെങ്കിലും നമുക്ക് തന്നെ നേരിട്ട് ചെയ്യാം. അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്, അവതരിപ്പിക്കുകയാണ് ഈ ചാനലിലൂടെ. കേരള സംസ്ഥാനം രൂപീകരിച്ച കാലത്ത് നമുക്ക് ഇഷ്ടം പോലെ വെള്ളം എല്ലാ കാലത്തും കിട്ടിയിരുന്നു. വെള്ളം കൊണ്ടുള്ള ദുരിതങ്ങൾ കുറവായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴീ മാറ്റങ്ങൾ സംഭവിച്ചത്? ഉത്തരം എല്ലാവർക്കും അറിയാം. നമ്മൾ പാടം നികത്തിയും കുന്നിടിച്ചും മല തുരന്നും പ്രകൃതിയെ എത്രമാത്രം ചൂഷണം ചെയ്യാമോ അത്രയേറെ ചൂഷണം ചെയ്തു കഴിഞ്ഞു. ഇനിയും നമ്മൾ ഇത് കണ്ടില്ലെന്ന് ധരിച്ചാൽ നമുക്ക് വെള്ളത്തിനു വേണ്ടി വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? കിണറിൽ വെള്ളം കുറഞ്ഞാൽ ഉടനെ ഒരു കുഴൽ കിണർ കുഴിക്കും. എന്നിട്ടും വെള്ളം കിട്ടിയില്ലെങ്കിൽ പൈപ്പ് കണക്ഷൻ എടുക്കും. ഇതിനു വേണ്ടി വലിയ സംഖ്യ മുടക്കിയാലും തുടർച്ചയായി വെള്ളം ആവശ്യത്തിന് കിട്ടുന്ന സൗകര്യം നമുക്കില്ലാതായിരിക്കുന്നു. കാരണം എന്താ? ഭൂജലനിരപ്പ് വലിയ തോതിൽ താണുപോയിരിക്കുന്നു. മഴവെള്ളം സംരക്ഷിക്കാൻ നമുക്ക് പദ്ധതികളില്ല എന്നുള്ളതാണ് പ്രധാന കാരണം. മഴക്കാലമായാൽ വെള്ളത്തെ പൂർണ്ണമായി ആട്ടി ഓടിക്കും. വേനൽക്കാലമായാൽ വെള്ളത്തിന് വേണ്ടി കരച്ചിൽ തുടങ്ങും. എന്താണിതിന് കാരണമെന്ന് പഠിക്കാനോ പരിഹാരമാർഗം നേടാനോ നമ്മളോ സർക്കാരോ തയ്യാറാകുന്നില്ല. ജലസുരക്ഷ എന്താണെന്നും ജലസാക്ഷരത എന്താണെന്ന് പോലും നമ്മൾ മനസ്സിലാക്കാത്തതാണ് വാസ്തവത്തിൽ ഈ ദുരിതങ്ങൾക്കെല്ലാം കാരണം. വേനൽക്കാലമായാൽ ഉപദേശങ്ങൾ വന്നു തുടങ്ങുകയായി. വെള്ളം അമൂല്യമാണ്, പാഴാക്കരുത്, മൃഗങ്ങളെ കുളിപ്പിക്കരുത്, വാഹനം കഴുകരുത്, സൂക്ഷിച്ചുപയോഗിക്കുക. തനി വിവരക്കേടാണ് ഈ പറയുന്നത്. നമുക്ക് കൂടുതൽ വെള്ളം ആവശ്യമുള്ളത് വേനൽക്കാലത്താണ്. വെള്ളം സംരക്ഷിക്കാനുള്ള പദ്ധതികൾ നമുക്കില്ല. ഒട്ടും പ്രായോഗികമല്ലാത്ത പദ്ധതികൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച നാടാണ് നമ്മുടേത്. വാസ്തവത്തിൽ മഴവെള്ളം സംരക്ഷിക്കേണ്ടത്, വെള്ളം അമൂല്യമാണെന്ന് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് മഴക്കാലത്താണ്. ജലസുരക്ഷയെക്കുറിച്ചോ ജലസാക്ഷരതയെക്കുറിച്ചോ നിങ്ങളെ ഏതെങ്കിലും ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മക്കളെയോ പേരക്കുട്ടികളെയോ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് മഴവെള്ളത്തെ വെറുക്കേണ്ടി വരുന്നത്, വേനൽക്കാലത്ത് മഴയ്ക്ക് വേണ്ടി കരയേണ്ടി വരുന്നത്. വാസ്തവത്തിൽ ഇന്ന് കേരളം ഉണങ്ങിപ്പോകാതെ നിലനിൽക്കുന്നത് വർഷത്തിൽ 3000 മില്ലിമീറ്റർ മഴ കിട്ടുന്നത് കൊണ്ടാണ്. ആ മഴവെള്ളം പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് ഭൂജലനിരപ്പ് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. വേനൽക്കാലത്ത് ഇഷ്ടം പോലെ വെള്ളം കിട്ടും. അങ്ങനെ നമ്മുടെ പരിസരത്തു നിന്നു തന്നെ നമുക്കാവശ്യമുള്ള ശുദ്ധജലം ഉൽപ്പാദിപ്പിക്കാനാകും. അങ്ങനെയാണ് വില കൊടുക്കാതെ വെള്ളം കിട്ടുന്ന അവസ്ഥ സംജാതമാകുന്നത്. അങ്ങനെ വെള്ളം ലഭിക്കുന്നതിന് നമുക്ക് കിണറോ പൈപ്പ് ലൈനോ ആവശ്യമില്ല. നമ്മുടെ പരിസരത്ത് നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ളത്ര വെള്ളം സംഭരിക്കാം. അതിനുള്ള പദ്ധതികളാണ് മറ്റു സംസ്ഥാനങ്ങൾ, ഇത്രയൊന്നും മഴയില്ലാത്ത സംസ്ഥാനങ്ങൾ പോലും ആവിഷ്കരിച്ച് നടപ്പാക്കിയത്. ഇതേക്കുറിച്ച് ദേശീയ തലത്തിൽ ഞങ്ങൾ നടത്തിയ പഠനത്തിൽ നിന്ന് മനസ്സിലാകുന്നൊരു കാര്യം, മഴവെള്ളം സംരക്ഷിച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എല്ലാ കാലത്തും കിട്ടുമെന്നുള്ളതാണ്. മഴ കൊണ്ടുള്ള ആപത്തുകൾ ഇല്ലാതാകും എന്നുള്ളതാണ്. സസ്യങ്ങൾ മഴക്കാലത്തേതുപോലെ വളരും. അത് നമ്മുടെ ചൂടിനെ നിയന്ത്രിക്കും, ഭൂമിയെ തണുപ്പിക്കും. 36 ഡിഗ്രി സെൽഷ്യസിനപ്പുറത്തേക്ക് ചൂട് കൂടുന്നത് തടയാൻ നമുക്ക് തന്നെ സാധിക്കും. വെള്ളം കൂടിയതുകൊണ്ടും വെള്ളം കിട്ടാത്തതുകൊണ്ടും ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒരേ ഒരു ഉത്തരം മതി:
മഴവെള്ളം ശാസ്ത്രീയമായി സംരക്ഷിക്കുക. അതിനുള്ള മറ്റു സംസ്ഥാനങ്ങൾ നടപ്പാക്കിയിട്ടുള്ള, ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള പ്രായോഗികമായ പദ്ധതികളാണ് ഈ ചാനലിൽ ഇനി അവതരിപ്പിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, നടപ്പാക്കാം. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൃത്യമായി ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായി ഉടൻ കിട്ടും. ആദ്യ പദ്ധതിയുമായി അടുത്ത ദിവസം എത്തും. അതുവരെ നന്ദി, നമസ്കാരം.